എവിടെയും പ്രശ്നങ്ങളാണ്. എല്ലാ രംഗത്തും, മതപരമായാലും രാഷ്ട്രീയമായാലും സാമൂഹികമായാലും അല്ലെങ്കിൽ ഇനി തൊഴിൽ മേഖലകളായാലും എവിടെയും മനുഷ്യന്മാർ ഇടപെടുന്ന മേഖലകളിലൊക്കെ ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് അയ്ദിന്നാസ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കടലിലും കരയിലും ആകമാനം എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളാണ്. എല്ലാവരും പ്രശ്നങ്ങളുടെ പിന്നാലെ പായുകയുമാണ്. പുതിയ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പർവ്വതീകരിക്കാനും അതൊക്കെ വിവാദങ്ങളാക്കാനും തർക്കിക്കാനുമാണ് ജനങ്ങളിൽ ആകമാനം എല്ലാവർക്കും താല്പര്യം. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാ രംഗത്തും ഫിത്നയും ഫസാദും അനാവശ്യമായ തർക്കങ്ങളും വിവാദങ്ങളും ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, സയഅതി അലാ ഉമ്മത്തി സമാൻ, എൻ്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പേരല്ലാതെ മറ്റൊന്നും അവശേഷിക്കാത്തൊരു കാലം. ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറയുമെന്നല്ലാതെ ഇസ്ലാമിൻ്റെ സംസ്കാരമോ ഇസ്ലാമിൻ്റെ സദാചാരബോധമോ ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളോ പാലിക്കപ്പെടാത്തൊരു വിഭാഗമായി മനുഷ്യന്മാർ അധപ്പതിക്കുന്നൊരു കാലഘട്ടം വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ സ്വഭാവത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, സദാചാരത്തിൻ്റെ മൂലക്കല്ലായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആന്റെ അക്ഷരങ്ങൾ അവശേഷിക്കും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അക്ഷരങ്ങളിൽ കടിച്ചു തൂങ്ങിയുള്ള വിവാദങ്ങളും ആ അക്ഷരത്തിൻ്റെ പിന്നാലെ പോകുന്നൊരവസ്ഥയുമല്ലാതെ വിവരം സമൂഹത്തിൽ, ആ ഖുർആൻ നൽകുന്ന ബോധനവും ഖുർആൻ നൽകുന്ന സന്ദേശവും സമൂഹത്തിലില്ലാത്ത ഒരു കാലം വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാൻ ഖലീലുൻ ഫുഖഹാഉഹു കസീറുൻ ഖുറാഉഹു, ആ കാലഘട്ടത്തിൽ വിവരമുള്ള ആളുകൾ കുറവായിരിക്കും. ദീനീപരമായ വിഷയങ്ങളിൽ ഖണ്ഡിതമായ വിഷയം പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അത്തരം മസലകളോ ഇബാദത്തിന്റെ കാര്യങ്ങളോ പറഞ്ഞു തരാനോ വിശദീകരിക്കാനോ പറ്റുന്ന ആളുകൾ ഇല്ലാത്തൊരു കാലമായി. പക്ഷേ കസീറുൻ ഖുറാഉഹു, ഖുർആൻ ഓതുന്ന കുറേ ആളുകൾ ഉണ്ടാവും. ഖുർആൻ ഓതാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഖുർആൻ ഓതാൻ ഒരു കുഴപ്പം അവർക്ക് ഉണ്ടാവില്ല. കസീറുൻ ഖുറാഉഹു, അവർ വായി പൊളിച്ചാൽ ഖുർആനാണ് ഓതുക. എല്ലാത്തിനും ഖുർആൻ, ആ ഖുർആൻ ഇങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് അത് മാത്രം, അതിൻ്റെ ലിപികളും അതിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ വാക്കുകളും ഫീഹി ഹുറൂഫുൽ ഖുർആൻ, ആ കാലഘട്ടത്തിൽ ഖുർആന്റെ ഹർഫുകൾ പാഠമാക്കപ്പെടുന്ന ഒരു കാലമാണ്. അതിലിപ്പോ ഹിഫ്ള് കോളേജുകൾ ഇങ്ങനെ പൊങ്ങുകയാണ് സമൂഹത്തിലാകമാനം. എല്ലാ നാട്ടിലും ഹിഫ്ള് കോളേജ്. അല്ലാഹുവിന്റെ റസൂല് പ്രവചിച്ചതാണ് ഇതൊക്കെ. ഖുർആൻ മനഃപ്പാഠമാക്കും, ഖുർആന്റെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കപ്പെടും. പക്ഷെ ഖുർആന്റെ ആശയങ്ങൾ പഠിപ്പിക്കപ്പെടാനോ അത് ശരിയായ രൂപത്തിൽ വരും തലമുറകളിലേക്ക് എത്തിച്ചു കൊടുക്കാനോ ആളില്ലാത്തൊരു കാലമായിരിക്കും ആ കാലഘട്ടത്തിൽ വരിക. ആ ഖുർആൻ നിശ്ചയിച്ച പരിധികളും പരിമിതികളും പാലിക്കാൻ ആളുണ്ടാവില്ല. അതിന് തയ്യാറാവാതെ അതിന്റെ അക്ഷരങ്ങൾ ഇങ്ങനെ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞതുപോലെ കാണാതെ പഠിച്ചിട്ട് 336 ദിവസം കൊണ്ട് കാണാ പഠിച്ചു, 366 ദിവസം കൊണ്ട് കാണാ പഠിച്ചു, 101 ദിവസം കൊണ്ട് കാണാ പഠിച്ചു. മറ്റ് വലിയ പൊലിവാണ്. അങ്ങനത്തെ ഒരു ഖുർആൻ, ആ കാലഘട്ടത്തിൽ ഖുർആന്റെ ലിപികൾ കാണാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്യുകയാണ്. എന്നിട്ട് ആ ഖുർആൻ കൊണ്ടാണ് വിവാദം. എല്ലാത്തിനും ഖുർആനാണ്, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ എല്ലാവരും ഖുർആനാണ് ഓതുന്നത്. പരസ്പരം നമ്മുടെ വിവാദത്തിന്റെ മുഴുവൻ അടിത്തറ, സമുദായത്തിലെ വിവാദമായാലും സമുദായത്തിന്റെ പുറത്തുള്ള വിവാദമായാലും എല്ലാവർക്കും പറയാനുള്ളത് ഖുർആനാണ്, ഓതുന്നത് ഖുർആനാണ്. ഇതോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകരുടെ കാലത്ത് തന്നെ ഇങ്ങനെ ഖുർആൻ കൊണ്ട് തർക്കിക്കുന്ന സ്വഭാവം സ്വഹാബത്തിൽ പ്രകടമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ പള്ളിയിലുണ്ടായിരുന്ന ഒരു സമയത്ത് പുറത്ത് സ്വഹാബാക്കൾ തർക്കിക്കുകയാണ്. ഒരാൾ പറയുന്നു ഖുർആനിൽ ഇങ്ങനെയല്ലേ ഉള്ളത്, അപ്പൊ മറ്റൊരാൾ പറയുന്നു ഖുർആനിൽ അങ്ങനെയല്ലേ ഉള്ളത്.
വേറൊരു ഭാഗത്ത് ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പലരും തർക്കിക്കുന്നത് കേട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പള്ളിയിൽ നിന്ന് പുറത്തു വന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിഹാദാ ഉമിർത്തും, നിങ്ങളോട് ഇതാണോ കൽപ്പിക്കപ്പെട്ടത്? ഈ ഖുർആന്റെ അക്ഷരങ്ങളും ലിപികളും വെച്ചിട്ട് തർക്കിക്കാനും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ കെട്ടിയേൽപ്പിക്കുവാനുമാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്? ഖുർആനിലെ ഒരായത്തിനെ വേറൊരായത്ത് കൊണ്ട് ഗണ്ണിക്കുക, ഒരാൾ പറഞ്ഞത് വേറൊന്ന് കൊണ്ട് എതിർക്കുക, ഇതിനു വേണ്ടിയാണോ നിങ്ങളെ അള്ളാഹു അയച്ചിരിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ പ്രവാചകന്മാരെ നിയോഗിച്ചത്? ഇന്നമാ ഹലക്കൽ ഉമമു ഖബ്ലക്കും, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളൊക്കെ നശിച്ചു പോയത് ഫീ മിസ്ലിഹാദ, ഇതേപോലെ വേദഗ്രന്ഥത്തിന് ദുർവ്യാഖ്യാനങ്ങൾ അവരവന് തോന്നുന്നത് പോലെ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ നശിച്ചു പോയത്. അതുകൊണ്ട് ഈ സ്വഭാവം ശരിയല്ല. നിങ്ങൾ ഖുർആൻ ഓതി തർക്കിക്കാൻ നിൽക്കണ്ട. ഖുർആനും കൊണ്ടല്ല നിങ്ങൾ തർക്കിക്കേണ്ടത്. അമർത്തും ബിഹി, ഞാൻ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. ബിഹി, നിങ്ങൾ അത് പ്രവർത്തിക്കുക. ഖുർആൻ തിരിഞ്ഞത് എനിക്കാണ്, ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഞാനാണ്, ഖുർആൻ അല്ലാഹു തആല അയച്ചത് തന്നത് എനിക്കാണ്. അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പറയുന്നത് പ്രകാരം ഞാൻ എന്താണോ പറഞ്ഞത്, എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുക. വന്നുറുല്ലദീന ഹൈതുക്കും അൻഹു, എന്താണോ ഞാൻ നിങ്ങളോട് നിരോധിച്ചത്, എന്താണ് നിങ്ങളോട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത്, പന്തഹു അൻഹു, അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഇതാണ് വേണ്ടത്. അല്ല നിങ്ങൾ ഓരോരുത്തരും ഒരു ഖുർആൻ പരിഭാഷ വാങ്ങി വെച്ചിട്ട്, ഇപ്പൊ അതാണല്ലോ നമ്മുടെയൊക്കെ പള്ളികളിലും മഹല്ലുകളിലൊക്കെ ട്രെൻഡ്. അതാണ് പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ നിന്നപ്പോ നിസ്കരിക്കുന്ന നേരെ മുമ്പിൽ തന്നെ ഇങ്ങനെ ആദ്യമായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് ഖുർആൻ പരിഭാഷ. ആരുടെ ഒന്നും ഞാൻ പറയില്ല, അതിൽ മുഴുവൻ നുണയാ. എഴുതിയ ആൾ എത്ര വലിയ ആളായാലും അതൊക്കെ ഞാൻ കുറേ ഖുർആൻ പരിഭാഷകൾ ഞാൻ വായിച്ചത് കൊണ്ടായി പറയുന്നത്. ഒരുപാട് തെറ്റുകൾ, അതിന്റെ ആശയവുമായിട്ട് ഒരിക്കലും യോജിക്കാത്ത വെറും വാക്കുകൾക്ക് മാത്രം വെച്ചിട്ട് അർത്ഥം പറയുന്ന പരിഭാഷകളാണ് ഇതൊക്കെ. ഇത് ലോകത്ത് അംഗീകരിക്കപ്പെട്ടതല്ല. നമ്മുടെ കേരളത്തിലായി തോന്നിയാസൊക്കെ. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളി. നിങ്ങൾ ഉംറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലൊക്കെ ഒരു ഖുർആൻ പരിഭാഷ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് മക്കത്ത്. ഒരു ഖുർആൻ പരിഭാഷ കിട്ടും അവിടെ ചെന്നാൽ. ആ ഖുർആൻ അച്ചടിക്കുന്നോടത്ത് നിന്നാൽ മുസാഫ് കണ്ടവർക്ക് അങ്ങനെ, ഖുർആൻ പരിഭാഷ കണ്ടവർക്ക് അങ്ങനെ ഒരു പരിഭാഷ ഉണ്ട്. മലയാളത്തിൽ ഒരു മലയാള ഖുർആൻ പരിഭാഷ ഉണ്ട്. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു മുജാഹിദാണ് അത് എഴുതിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന പേരിൽ മുജാഹിദ് ജനറൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് മൗലവിയാണ് അതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ സാധനത്തിൽ ചെയ്തിരിക്കുന്ന തട്ടിപ്പ്, അതിന്റെ ചട്ട രണ്ട് ഭാഗം നോക്കിയാൽ കാണും. അറബികളെ പറ്റിക്കാൻ വേണ്ടി മലയാളത്തിലും ആളുകൾ ചെയ്യുന്ന തട്ടിപ്പ്. ഒരു ഭാഗത്ത് ഖുർആൻ പരിഭാഷ എന്നാണ് മലയാളത്തിൽ അതിലുള്ളത്. മലയാള ഭാഗത്ത് ഇടതു ഭാഗത്ത് നിങ്ങട്ടാളെമ്പ നോക്കുക, ഇവിടെ നിങ്ങണ്ട് ആ ഭാഗത്ത് നോക്കിയാൽ ഖുർആൻ പരിഭാഷ നയിച്ചിട്ടില്ല. കണ്ടിട്ടില്ലാത്തവരെന്റെ വീട്ടിൽ വന്നാൽ കാണിച്ചു തരാം. എനിക്ക് ഉംറയ്ക്ക് പോയപ്പോൾ കിട്ടിയിട്ടുണ്ട് ആ സാധനം. എൻ്റെ വീട്ടിൽ കിട്ടിയ സാധനം ഖുർആൻ പരിഭാഷ എന്നാണ് അതിന് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. നാം മറുഭാഗത്ത് വലതു ഭാഗത്ത് എടുത്ത് നോക്കിയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തർജുമത്തുൽ ഖുർആൻ, അൽ ഖുർആൻ വ തർജുമത്തു മആനിഹി. തർജുമ എന്ന് പറഞ്ഞാൽ പരിഭാഷ. ഖുർആൻ പരിഭാഷ എന്നുള്ളതിന്റെ അറബി എഴുതണമെങ്കിൽ എന്താ എഴുതേണ്ടത്? തർജുമത്തുൽ ഖുർആൻ എഴുതണം. അത് എഴുതിയിട്ടില്ല. അത് എഴുതിയ അറബികൾ പറയുന്നത് ഹറാമാണ്. തർജുമത്തുൽ ഖുർആൻ ഹറാമാണ്, അത് പറ്റൂല. ഹനഫി ഇമാം ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, അംബലി ഇമാം, എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും ഹറാമാന്ന് പറഞ്ഞവരാ. അതുകൊണ്ട് അറബികളെ സമ്മതിക്കൂല. അപ്പൊ അറബികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ എഴുതി? അൽ ഖുർആനു വ തർജുമത്തു മആനിഹി. ഇത് ഖുർആനും ഖുർആന്റെ ആശയത്തിന്റെ വിവർത്തനവുമാണ്. ഖുർആന്റെ വിവർത്തനമല്ല, ഖുർആന്റെ പരിഭാഷയല്ല, ഖുർആന്റെ ആശയത്തിന്റെ വിവർത്തനമാണ്. അൽ ഖുർആനു വ തർജുമത്തു മആനിഹി. മറുഭാഗത്ത് അറബി ഇപ്പുറത്തുനിന്ന് വലതു ഭാഗത്ത് മറിച്ചാലായി എഴുതി വെച്ചത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകൾ. ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. സാധാരണക്കാരിത് മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഖുർആൻ പരിഭാഷ കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഖുർആൻ ഓതാൻ വിചാരിക്കുന്നവൻ പോലും ആ ഖുർആൻ പരിഭാഷ എടുത്ത് വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ സുന്നി പള്ളികളുടെ കഥയായി പറയുന്ന സമസ്ത പള്ളികളിലാണ് ഇത് കൂടുതലായി കാണുന്നത്.
എത്ര വൃത്തികെട്ട ഒരു ആചാരം അത്! സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഷംസുലുലമായി ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖുർആൻ പരിഭാഷ കുഫിരിയത്താണ്, ഹറാമാണ് എന്നല്ല, അത് കുഫിരിയത്താണ് എന്ന് പറഞ്ഞ ആളാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അയാളുടെ പേര് പറയുന്ന അനുയായികളാണ് ഇപ്പൊ അതേ സാധനം പള്ളിന്റെ മിഹ്റാബിലും പള്ളിന്റെ മുമ്പിലും കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എവിടേക്ക് എത്തി നമ്മുടെ ലോകം? ഇവരും ഈ സംഘവുമായിട്ട് എന്ത് ബന്ധം? പൂർവിക നേതാക്കന്മാര് ഹറാമാക്കിയതൊക്കെ നമ്മുടെ പുതിയ മൂല്യന്മാർക്ക് ഹലാല. പുതിയ തലമുറയ്ക്ക് ഈ ഹറാമുകളൊന്നും ബാധകമല്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നമ്മുടെ മൂല്യന്മാരുടെ കഥ ഈ പറയുന്നത്. അല്ലാണ്ട് റസൂല് പറയുന്നു ഇത്തരം വിഭാഗങ്ങള് അങ്ങനെ വന്നിട്ട് ഖുർആന്റെ നിയമങ്ങളൊക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാണ്ട് റസൂല് നമ്മളോട് പറയുന്നത് നിങ്ങൾ അത്തരം ഏർപ്പാട് വേണ്ട, ഖുർആന്റെ ആയത്ത് വെച്ച് കളിക്കാൻ നിൽക്കണ്ട, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്താണ് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുക, ഞാൻ എന്താണ് നിരോധിച്ചത് അത് നിങ്ങൾ വർജിക്കുക. അപ്പൊ റസൂലുള്ളാഹിയെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലാതെ റസൂലിന്റെ ഹദീസാണ് നമ്മുടെ ദീന്. ആ റസൂലുള്ളാഹിയിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ഇന്ന് സമൂഹത്തിലെ തർക്കങ്ങളുടെ ഒട്ടുമിക്കവാറും തർക്കങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, സയഅതി ഉനാസുൻ, കുറച്ച് ആളുകൾ വരാൻ പോകുന്നുണ്ട്, ഈ സമുദായത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത്, യഖുദൂനകും ബിശുബ്ഹാത്തിൽ ഖുർആൻ, അവർ നിങ്ങളോട് തർക്കിക്കാൻ വരും. ഖുർആനിലെ ആശയം വ്യക്തമല്ലാത്ത ആയത്തുകൾ ഓതി തർക്കിക്കും. ശുബ്ഹാത്തുൽ ഖുർആൻ, ആശയം വ്യക്തമല്ലാത്ത ആയത്തുകൾ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് പല ദിവസങ്ങളിലും. ആ ശുബ്ഹാത്തുൽ ഖുർആൻ ആശയം വ്യക്തമല്ല, ആ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് തിരിഞ്ഞിട്ടില്ല, അങ്ങനത്തെ വാക്കുകൾ വെച്ചിട്ട് തർക്കിക്കാൻ ചില ആളുകൾ നിങ്ങളോട് വരും. അത്തരം ആളുകളെ ഫഖുദൂഹും ബിസ്സുനൻ, നിങ്ങൾ അവരെ ആയത്തോതിയല്ല ഗണ്ണിക്കേണ്ടത്, ഖുർആൻ കൊണ്ടല്ല എതിർക്കേണ്ടത്, അവരെ നിങ്ങൾ പിടിക്കേണ്ടത് ഹദീസ് കൊണ്ടാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങൾ വെറുതെ വേണ്ടാത്ത അത്തരം അർത്ഥങ്ങൾ അതിന് വന്നിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ആ അർത്ഥം അതിന് കൽപ്പിച്ചിട്ടില്ല. പൂർവികരായ മുഫസ്സിറുകൾ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. ഓരോന്നും ഇങ്ങനെ പറയാ, എന്നിട്ട് അതിന്റെ പേരിൽ മറ്റുള്ളവരെ മുശ്രിക്കാക്കുക, കാഫിറാക്കുക, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നതാ. ഇപ്പൊ ആ പള്ളിന്റെ മിഹ്റാബിന്റെ മിമ്പറിന്റെ ഒക്കെ മുകളില് മിക്കവാറും പുതിയ പള്ളികളിലൊക്കെ കാണാം, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളൊക്കെ അല്ലാഹുവിന്റെയാണ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ പള്ളി അല്ലാഹുവിന്റെയാണെന്നുള്ളതിന് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. ഇവിടെ എഴുതി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പഞ്ചാര ചാക്കിൽ എന്തിനാ പഞ്ചാരാന്ന് എഴുതുന്നത്? അതും പിത്തനുണ്ടാക്കാൻ വേണ്ടി എഴുതുന്ന എഴുത്താ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹനെ കൂടാതെ ആരെയും വിളിക്കരുത്. വലിയ സംഭവമാക്കിയിട്ട് ഒരു ആയത്ത് കണ്ടുപിടിച്ചിരിക്കുക. ശുബ്ഹാത്തുൽ ഖുർആനാണത്. ആ വിളി എന്ന് പറയുന്നത് എന്താ? ഇവരുടെ ആശയ സ്രോതസ്സായ, ലോകം കണ്ട ഏറ്റവും വലിയ മുബത്തദിയായ ലാല്യം മുദല്യം എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ 416 പേജിൽ പറയുന്നുണ്ട് ഈ വിളിയുടെ കഥ. നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഉണ്ടാവും. ചില ആളുകൾ കാല് വെച്ച് കുത്തിയാൽ എന്ത് പറയും? എൻ്റെ അമ്മയെ പറയും. എന്തുകൊണ്ട്? അവൻ ചെറുപ്പം മുതലേ ഉമ്മാൻ അങ്ങനെ സ്നേഹിക്കുന്നവരാ, അതുകൊണ്ട് അവൻ എൻ്റെ അമ്മയെ പറയും. വേറെ ചിലര് ബദരീങ്ങളെ സ്നേഹിക്കുന്നവനാ, അപ്പൊ അവന്റെ കാല് വെച്ചു കുത്തിയ പെട്ടെന്ന് വല്ല വണ്ടി ഇടിക്കാൻ വരുന്നത് എൻ്റെ ബദരീങ്ങളെ അവൻ പറയും. വേറെ ചിലർ എന്ത് ചെയ്യും? വല്ല പ്രയാസം വരുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള് അദ്ദേഹത്തിന്റെ കാല് കോച്ചി, എന്നിട്ട് കാല് കോച്ചാ പറയുള്ളൂ, കാല് കോച്ചി. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ് അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ. കാല് കോച്ചി കഴിക്കാൻ നോക്കുമ്പോ കാല് കിട്ടുന്നില്ല, കാല് പൊങ്ങണില്ല, കോച്ചിരിക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ മൂപ്പരോട് പറഞ്ഞു, മണി പഠിച്ചോളി, നല്ലൊരു മരുന്ന, കാല് കോച്ചിയാൽ പെട്ടെന്ന് ആ കോച്ചലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആരോട് പറഞ്ഞു? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഉദ്കുർ അഹബ്ബൻ നാസിലേക്ക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറഞ്ഞാൽ മതി, മാറും. നിന്റെ അമ്മയാണെങ്കിൽ അമ്മ, റസൂലുള്ളാഹിയാണെങ്കിൽ റസൂലുള്ള, അല്ലെങ്കിൽ ആരാ വെച്ചാൽ അവരുടെ പേര് പറഞ്ഞാൽ മതി, ആ കോച്ചൽ മാറും എന്നാര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. അതിന് ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, യാ മുഹമ്മദ്. ഇത് പറഞ്ഞ ഉടനെ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ ഒരു വിളിയ.
മഹാനായ ഇബ്നു ഉമർ തങ്ങൾ. അതോടൊക്കെ മൂപ്പരുടെ കാലിന്റെ പോച്ചൽ മാറി. ഈ സംഭവം ഒരുപാട് കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം. ഞാൻ കണ്ടതിങ്ങനെ പറയാം, അതെന്റെ വീട്ടിലുള്ള കിതാബാണ്, എന്റെ കൈവശമുള്ള കിതാബാണ്. ഇബ്നു സുന്നി ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ പല ഹദീസിന്റെ കിതാബുകളിലും ഉദ്ധരിക്കപ്പെട്ടായിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. കാല് കോച്ചുമ്പോൾ എൻ്റെ അമ്മയെ പറയും, ബുധനാർ എൻ്റെ അമ്മയെ പറയും, അല്ലെങ്കിൽ ചിലർ ബദരീങ്ങളെ പറയും, അല്ലെങ്കിൽ ചിലർ മൊയ്യീൻ ശൈഖെ പറയും. ഓരോരുത്തര് ആരുടെയെങ്കിലും പേര് പറയുക മനുഷ്യത്തിന്റെ സ്വഭാവ. ഇതിനെപ്പറ്റി ഇബ്നു തീമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിസാഉ സിറാത്തിൽ തന്നെ പറയുന്നത് കാണാം. അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒരാൾ യാ മുഹമ്മദ് യാ നബിയല്ലാഹ്, യാ മുഹമ്മദ് യാ നബിയല്ലാഹ് എന്ന് പറയുന്ന ഒരു വിളി ഒരു മനുഷ്യൻ അവൻ വിളിക്കുന്ന ആളെ അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അവന്റെ മനസ്സിൽ ആ ആളുള്ളത് കൊണ്ടാണ് അവൻ അയാളെ വിളിച്ചത്. അവന്റെ മനസ്സിൽ ആരുണ്ട്? ഉമ്മയാണെങ്കിൽ ഉമ്മണ്ട്, റസൂലുള്ളയാണെങ്കിൽ റസൂലുണ്ട്, ബദരീങ്ങളാണെങ്കിൽ ബദരീങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെയാണ് വിളിച്ചെങ്കിൽ ആ വിളിക്കുന്ന ആൾ അവന്റെ ഉള്ളിലുണ്ട്. ആ മനസ്സിലുള്ളത് അവന്റെ നാവിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതുപോലെ കമായ കൂരുൽ മുസല്ലി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നിസ്കരിക്കുന്ന ഒരാൾ അത്തഹിയ്യാത്ത് ഓതുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയായിട്ടുള്ളവരെ താങ്കളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് നബിനെ വിളിക്കുന്നത് പോലെ. ഇത്രയേ ഉള്ളൂ ഈ വിളിയുടെ കഥ. വൽ ഇൻസാനു യഫ്അലു മിസ്ല ഹാദാ കസീറൻ, മനുഷ്യന്മാർ ഇത് ധാരാളമായി ചെയ്യാറുണ്ട്. ഇത് ആരും ഒരു തെറ്റായിട്ട് ഹറാമായിട്ട് ശിർക്കായിട്ട് കുഫറായിട്ട് ആരും കാണാറില്ല എന്ന് ആരാ പറയും? ഇബ്നു തീമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിസാഉ സിറാത്തിന്റെ 416 പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പക്ഷെ നമുക്കിന്ന് അതിന്റെ പേരിൽ കുറെ ആളുകൾ ശിർക്കാക്കുക. ബദരീങ്ങളെ വിളിച്ചു, മൊയ്യീൻ ശൈഖിനെ വിളിച്ചു, ഉമ്മാനെ വിളിച്ചു, എന്ത് വിളിച്ചാലും ഒക്കെ ശിർക്കായി പോകുന്നൊരവസ്ഥ. ഇത് എവിടെ ശിർക്കിനായി? എന്ത് ശിർക്കിനാ? സുബ്ഹാത്തുൽ ഖുർആനാണ്. അതാ റസൂലുള്ളാഹി തങ്ങള് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങള് പറഞ്ഞ അത്തരം ആളുകളെ, നിങ്ങൾ ഇത്തരം സ്വഭാവക്കാരെ അവരെ ഹദീസ് കൊണ്ടാണ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത്, ഇത്തരം സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമാക്കുക. വേണ്ടാത്ത തർക്കങ്ങൾ. എന്തിനാ തർക്കിക്കുന്നത്? തർക്കിക്കുന്നവർക്കും അറിഞ്ഞൂടാ, മറുപടി പറയുന്നവർക്കും അറിഞ്ഞൂടാ, വെറുതെ തർക്കം തന്നെ. ആ നേരം 10 സുബ്ഹാനല്ലാഹോ അസ്തഗ്ഫിറുല്ലാഹോ പറഞ്ഞ അത് കിട്ടൂല മനുഷ്യന്മാരെ. നമ്മൾ എന്തിനാണ് ഈ തർക്കിക്കുന്നത്? രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള തർക്കം, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള തർക്കം, അല്ലെങ്കിൽ സുന്നി അല്ലാത്ത തമ്മിലുള്ള തർക്കം. ഈ തർക്കത്തിൽ എന്ത് ഖൈറാണുള്ളത്? തനിച്ച ജാഹിലിയത്താണ് ഇതിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ട് ചെലുത്തപ്പെടുന്നത്. കാരണം ഈ വിവരമുള്ളവരല്ല ഈ തർക്കത്തിൽ ഇടപെടുന്നത്. പറയുന്നവനിക്കും അറിഞ്ഞൂടാ, പറയപ്പെടുന്നവനും അറിഞ്ഞൂടാ എന്താണ് അതിന്റെ സത്യം. ജയിക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്ത് നുണയും ആരും പറയുന്നൊരവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു. നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ആ ഖുർആന്റെ അക്ഷരങ്ങളിൽ പിടിച്ച് തൂങ്ങിയുള്ള ദീനല്ലാതെ വേറൊന്നും അവർക്കില്ല. മസാജിദുഹും ആമിറ, അവരുടെ പള്ളികൾ വലിയ വലിയ പള്ളികൾ, അണ്ടാദിക്കപ്പെടുന്ന പള്ളികൾ അവർക്കുണ്ടാവും. അതിലിപ്പോ തർക്ക. ഇപ്പൊ ഒരു മൗലിക വലിയ സംഭവത്തിൽ ഒരുപാട് ആളുകൾ, ഓരോ മൗലിയന്മാർ ഇപ്പൊ അങ്ങനെയുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇറങ്ങിയതോടുകൂടെ ഏത് മൗലിയർക്കും മൊബൈലിന്റെ വീഡിയോ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടാം, എന്നിട്ട് അത് വേണ്ടതോ വേണ്ടാത്തോ എല്ലാവരും ഷെയർ ചെയ്യുക. ഈ വലിയ കണ്ടുപിടുത്തം എന്നും പറഞ്ഞിട്ട് ഷെയർ ചെയ്യുക. പള്ളി കമ്മിറ്റിക്കാർ പള്ളി ഭാരവാഹികൾ എന്നെഴുതുന്നു. അത് തെറ്റാണ്. പള്ളി ഭാരവാഹികളല്ല, പള്ളി പരിപാലകന്മാരാണ്. ഭാരവാഹികൾ എന്ന് അവർ എഴുതാൻ പാടില്ല. അവർ പള്ളി പരിപാലകന്മാരാണ്. അവർ മോലിയിൽ കണ്ടുപിടിച്ച വലിയ കണ്ടുപിടുത്തപ്പോൾ എത്താപ്പതിൽ ഈ തർക്കത്തിൽ എന്ത് ഹൈറാണുള്ളത്? വല്ല കോണയിലുണ്ടോ? ആരായാലും പള്ളി പരിപാലിക്കേണ്ട സത്യത്തിൽ ആരാ? ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാം. പള്ളി പരിപാലിക്കേണ്ടത് ആരാ? പള്ളിയിൽ നെജസ് കണ്ടു അല്ലെങ്കിൽ എന്റെ കാട്ടം കണ്ടാൽ നിൽക്കേണ്ടത് ആരാ? പള്ളി കമ്മിറ്റിക്കാരൊന്നുമല്ല. കണ്ടാൾ ആരാ വെച്ചാൽ അവരാണ്. അതിൽ 1ാം സ്ഥാനം വരിക പള്ളിയിലെ മോലിയേര് മുക്കുരിയല്ല. 3ാം സ്ഥാനം വേറെ വീട്ടിൽ വരും. പള്ളിയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ബാധ്യത ഒരിക്കലും കമ്മിറ്റിക്കാർക്ക് വരില്ല. കമ്മിറ്റിക്കാർ എപ്പോഴെങ്കിലും പള്ളിയിൽ വരുന്ന ആളുകളാണ്. പള്ളി വൃത്തിയായി സൂക്ഷിക്കുക, പള്ളിയിൽ അണ്ടാദിക്കപ്പെടുക, പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മോലിയേര് മുക്കുരി ചെയ്യേണ്ട പണിയാണ്, കമ്മിറ്റിക്കാർ ചെയ്യേണ്ട പണിയല്ല. എവിടെ നിന്നാ ഇത് നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. മൂല്യന്മാരിപ്പോൾ അങ്ങോട്ട് കമ്മിറ്റിക്കാരെ കുറ്റപ്പെടുത്തുക, എന്നിട്ട് അവരെ കുറെ അങ്ങോട്ട് പറഞ്ഞ് അവർക്ക് സമാധാനം കിട്ടുന്നിടത്തോളം
പള്ളിയിൽ 24 മണിക്കൂറും ജീവിക്കുന്ന മനുഷ്യൻ അവിടെ കാണുന്ന നഴ്സ് നിൽക്കണില്ല, വൃത്തികേട് നിൽക്കണില്ല, പറഞ്ഞ അയാളാ കുറ്റക്കാരൻ. അയാൾക്ക് ഈമാനില്ല. ഇന്നമായ ഇഴമുറു മസാജിദുള്ളാഹി മൻ ആമനബില്ല. ഈമാൻ ഉണ്ടെങ്കിൽ ആ മൂല്യരെ അത് വൃത്തിയാക്കണം. ആരാ കണ്ടു വെച്ച അവനാണത് വൃത്തിയാക്കേണ്ടത്. അത് അവന്റെ ബാധ്യതയാണ്. ഞാൻ ശമ്പളം വാങ്ങണില്ലല്ലോ, എന്റെ ഡ്യൂട്ടിപ്പെട്ടതല്ലല്ലോ എന്ന് ഒരുത്തം പറഞ്ഞ അവൻ ഈമാനില്ല, അവൻ മുഅ്മിനല്ല. മുഅ്മിനാണെങ്കിൽ അവനത് ചെയ്യും. അതാണ് പള്ളി പരിപാലനം എന്ന് പറഞ്ഞാല്. അല്ലാതെ പള്ളി കമ്മിറ്റിക്കാർക്ക് ഭാരവാഹികളെന്ന് പറയാൻ പറ്റില്ല. അവര് ഭാരം ചുമക്കണില്ല. അവരില്ലെങ്കിൽ പിന്നെ ആരവിടെ ഭാരം ചുമക്കണത്? അവർ ഈ ചീത്ത കേട്ടില്ലെങ്കിൽ ഏത് പള്ളി അവിടെ നടക്കുക? എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെ. ചീത്ത കേൾക്കുന്നത് മുഴുവൻ പള്ളി കമ്മിറ്റിക്കാരാ. പിച്ചത് മുഴുവൻ കൊണ്ടുപോകണത് ആരാ? മൂല്യരാ. ഒരു കൊല്ലം ഒരു മൂല്യരൊക്കെ നാട്ടിൽ നിന്ന് എത്ര ഉറുപ്പ്യ കൊണ്ടുപോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഒരു മാസത്തെ ശമ്പളം നോക്കിയാൽ പോലെ അതിന്റെ ചെലവൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് അവർ കുത്തില്ലാത്ത ഉത്തരവാദിത്വം ആർക്ക്? ഈ കമ്മിറ്റിക്കാർ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ലോകത്തൊക്കെ ലോകം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വലിയ സംഭവമാക്കിയിട്ട് ഇതെന്ത് വിവാദമാണ് കൊണ്ടത്? എന്ത് ഹൈറാദിലുള്ളത്? കണ്ടവന്റെ ബാധ്യതയാണെന്ന് എല്ലാ കിതാബുകളിലും ഉണ്ട്. ആരാണ് പള്ളിയിൽ വൃത്തികേട് കണ്ടത്? അതാ നീക്കൽ അവന് നിർബന്ധമാണ്. അല്ലാതെ ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരാളെ തലയിലിടാൻ പറ്റൂല. അത് ഖത്തീബാ കണ്ടതെങ്കിൽ ഖത്തീബ് നിൽക്കണം. മുഅദ്ദിനാണ് കണ്ടതെങ്കിൽ മുഅദ്ദിന് നിൽക്കണം. പ്രസിഡന്റ് കണ്ടാ പ്രസിഡന്റ് നിൽക്കണം. ആര് കണ്ടാലും കണ്ടവന്റെ ബാധ്യത. അതാണ് പള്ളിയോടുള്ള ആദരവ്. അതാണ് പള്ളിയുടെ ഇമാരത്ത് എന്ന് പറഞ്ഞാല്. ഇതൊന്നും ആർക്കും ബാധകല്ല. എങ്ങനെയെങ്കിലും വേറുള്ളവരെ കുറ്റപ്പെടുത്തുക. അതാ നമ്മളെ സമൂഹത്തിലെ വിവാദം എന്ന് പറഞ്ഞ വേണ്ടാത്ത വിവാദങ്ങൾ. എന്നിട്ട് അതിങ്ങനെ വേറുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്താ മാർഗം? അവനവന്റെ ബാധ്യതകളെ പറ്റി ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മുസീബത്തുകൾ ഇങ്ങനെ ഇറങ്ങിയത്. നമ്മുടെ ശത്രുക്കൾ ഇത്ര ശക്തരായിത്തീരുന്നതും അതുകൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ ഹക്കീം ബിൻ ഹക്കീം, അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് ധരിക്കപ്പെട്ടിരുന്ന ഹദീസൻ. അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ഉലമാഉഹാ ഫിത്ന. ആ സമുദായത്തിലെ നാശം ആ കാലത്തെ പണ്ഡിതന്മാരാണ്. അവരാണ് നാശം. അവരിന്ന് എത്ര ഗ്രൂപ്പുകളാ, എന്തൊക്കെ തർക്കങ്ങളാ, എന്തൊക്കെ വിവാദങ്ങളാ. അവരുണ്ടാക്കാത്ത വല്ല ഫിത്നയും ഇവിടെ ഉണ്ടോ? ഈ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കി, സമൂഹത്തെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് പരസ്പരം കണ്ടാമുണ്ടാ പോലും പറ്റാത്ത വിധത്തിൽ മൗലവിമാര് തന്നെ കണ്ടാമുണ്ടുന്നില്ല, സലാം പറയുന്നില്ല. കാരണം അവൻ എന്റെ ഗ്രൂപ്പല്ല. അവരിട്ടിരിക്കുന്ന കുപ്പായം എന്റെ ഗ്രൂപ്പിന്റെ ജുബ്ബയല്ല. അതുകൊണ്ട് അവനോട് സലാം പറയില്ല, അവന്റെ മുഖത്തേക്ക് നോക്കൂല എന്ന് മൗലവിമാര് വിചാരിക്കുന്ന അവസ്ഥ. എന്തൊക്കെ തട്ടിപ്പുകളാണ് നമ്മുടെ ലോകത്തിൽ നടക്കുന്നത്, എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഉലമാഉഹാ ഫിത്ന. ഈ സമുദായത്തിന്റെ നാശം പണ്ഡിതന്മാർ തന്നെയായിരിക്കും ആ കാലഘട്ടത്തിലുള്ള നാശം. വഹുകമാഉഹാ ഫിത്ന. ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളും നാശം തന്നെയാണ് എന്ന് മാത്രമല്ല, പള്ളികൾ ധാരാളം ഉണ്ടാവും. എത്ര പള്ളികളാ? എല്ലാ മുക്കിലും മൂലയിലും പള്ളികളാണ്. പക്ഷെ ആ പള്ളികളുടെ അവസ്ഥ എന്താ? വൽ ഖുർആൻ, പള്ളികളും ഖുർആൻ ഓത്തുകാരും ഖുർആൻ പണ്ഡിതന്മാരും. കേൾക്കുന്നുണ്ടല്ലോ നമ്മള് ഖുർആൻ പണ്ഡിതന്മാർ. എന്തൊക്കെയാ അപ്പൊ ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണ്ടല്ലോ, മക്കൾക്ക് ഒരു പോലീസില്ല, മദീനയ്ക്ക് യാതൊരു പോലീസില്ല, ഇബ്രാഹിം നബി ഒന്നുമല്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഇന്നതാ ഇപ്പൊ പറയണമെന്ന് യാതൊരു കയ്യും കണക്കില്ല. ഇവരൊക്കെ ഖുർആൻ പണ്ഡിതന്മാരെ ഞാൻ ചോദിക്കട്ടെ. ബാക്കി നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നവരായതുകൊണ്ട് ഇതിൽ കുടുങ്ങണ്ട വിചാരിച്ച് പറയാം. നിങ്ങളുടെ മൊബൈലിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ഇതൊക്കെ കേട്ട് തെറ്റിദ്ധരിക്കുകയാണ്. സമൂഹത്തിന് ഇതിന് നമ്മൾ ആരും ഇതിന് ഉത്തരവാദികളല്ല. നിങ്ങൾ ഇത്തരം ഫിത്നകളിൽ പെടാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗം ലാ യജിദൂന ആലിമൻ, ഒരു ആലിമിനെ ആ കൂട്ടത്തിൽ കാണൂല. പിന്നെന്താ? വേഷം കെട്ടികളാണ്. ആലിമല്ല, ആലിമായതല്ല, വേഷം കെട്ടി ആലിമായതാണ്. ഞാൻ ഇപ്പം അടുത്ത് ഒരു കല്യാണ നിശ്ചയത്തിനും വേണ്ടി ഒരു പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ അസ്ഹരി ഇതുള്ള മൂലയിലാണ് അവിടുത്തെ ഖത്തീബിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേരിന്റെ കൂട്ടത്തിൽ അസ്ഹരി എന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി വെച്ചത് ഈ അസ്ഹരി എന്ന് പറഞ്ഞാല് ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു വരുന്ന ആളുകൾക്കാണ് അസ്ഹരി എന്ന് പറയാനാ ഞാൻ പഠിച്ചു വെച്ചത്, മനസ്സിലാക്കിയത്. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന അസ്ഹരി തങ്ങള്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ഇവരൊക്കെ അവിടെ പഠിച്ചവരാണ്. അതുപോലെ ഒരാളായിരിക്കും ഇയാളെന്ന് ഞാനും വിചാരിച്ചു. ഞാൻ നിസ്കാരത്തിൽ പോയി തുടർന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ദ്വാരക്കണതൊക്കെ തെറ്റാണ്. കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് അയാൾ ദ്വാരുന്നതിൽ അറബി ഭാഷയുടെ നിയമങ്ങളൊന്നും അയാൾക്കറിയില്ല. അതിന് ഞാൻ അവിടുത്തെ മുഅദ്ദിനോട് മുക്രിയോട് ചോദിച്ചു, ഇയാൾ അസ്ഹരി എന്നൊക്കെ പറയുന്നു, ഈജിപ്തിൽ പോയി പഠിച്ചിട്ട് ഇയാൾക്ക് അറബി ഭാഷ എന്താണെന്ന് ജില്ലയിലേ ചോദിച്ചു. ഞാൻ
അപ്പൊ മുക്രി പറയാ അത് ഉസ്താദിനെ അറിയാഞ്ഞിട്ടാണ്. ഇപ്പൊ അസ്ഹരി ബിരുദത്തിന്റെ ഡൂബിളി 3 ഉണ്ട് കേരളത്തില്. അത് ഒറിജിനൽ. അതിന്റെ ഡൂബിളി 3 കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ഞാനറിയില്ല, അതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ മൗലവിമാരുടെ അവസ്ഥയിൽ പറയുന്നത് ബിരുദം അസ്ഹരി, എന്നാലോ ഈജിപ്തിലും പോയിട്ടില്ല, അസ്ഹറിലും പോയിട്ടില്ല. കള്ള ഡൂബിളി ബിരുദങ്ങളാണ് ഇപ്പൊ മൗലവിമാർ വരെ ഇറങ്ങണത്. നമ്മളൊക്കെ സൂക്ഷിക്കണം. അപ്പൊ ഞാൻ അന്വേഷിച്ചു. ഇന്നലെ ഒരാളോട് അതിനെ പറ്റി അന്വേഷിച്ചു. ബിരുദം എവിടെ നിന്നായി ബിരുദം കൊടുക്കണം? അപ്പൊ പയ്യന്നൂരുണ്ടത്ര ഒരു കോളേജ്, ഒരു അസ്ഹരി, 3 അസ്ഹരിയിൽ ഒരു അസ്ഹരി. മുമ്പ് കിതാബ് ഓതിയിലെ ഒന്നും കുഴപ്പമില്ല, അവിടെ ചെന്നാൽ 10 മാസം അവിടെ നിന്നാൽ മതി, അസ്ഹരി ബിരുദം കിട്ടും. ഒന്നും അറിയണ്ട. അപ്പൊ വടക്കഞ്ചേരിയിൽ ഒരു തുണിക്കടയിൽ നിന്നിരുന്ന ഒരു ചെക്കൻ, അവൻ ചെന്നിട്ട് പയ്യന്നൂർ ആ കോളേജിൽ ചേർന്നു. അവനിപ്പോൾ അസ്ഹരിയായി ബിരുദം വാങ്ങി ഇറങ്ങി എന്നാ പറഞ്ഞത്. എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് അവൻ. കിതാബോധി മൂല്യരൊന്നും അല്ല, ആ 10 മാസം കൊണ്ട് ബിരുദം വാങ്ങി ഇറങ്ങിയാൽ നിങ്ങൾക്കിത് തിരിയൂല. അതുകൊണ്ട് അതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്താ അറിയാ ബിരുദം? ബിരുദമുള്ള മൂല്യര് ഞങ്ങളുടെ മദ്രസയിലെ മൂല്യര് ബിരുദമുള്ള മൂല്യര് അസ്ഹരിയ പൈസ സക്കാഫിയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ ഇപ്പൊ ഒക്കെ ഡൂബിളി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചൈനക്കാരെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഡൂബിളി. ഉലമാഉഹും ഫിത്ന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ ആ സമൂഹത്തിലെ ഉലമാക്കൾ ഫിത്നകളാണ്. ഒരു ആലിമിനെ അക്കൂട്ടത്തിൽ നിനക്ക് തെരഞ്ഞാൽ കിട്ടൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂനായി ഉദ്ധരിച്ചതായിട്ട് കാണാം. അങ്ങനത്തെ വേഷം കിട്ടിക്കൊണ്ട് ലോകമായി മാറി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സതകൂനു ഫീ ഉമ്മത്തി ഇഖ്തിലാഫുൻ വഫുർഖത്തുൻ വഖൗമുൻ യുഹ്സിനൂനൽ ഖുർആന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തർക്കം, ഇത്തരം വിവാദങ്ങൾ വ്യാപകമായി സമൂഹത്തിൽ ഉണ്ടാവും. അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാവും. എന്നിട്ട് ആളുകൾ ഓതും ഖുർആൻ. എല്ലാവരും ഖുർആൻ ഓതുന്ന ആളുകളാണ് യുഹ്സിനൂനൽ ഖുർആന. നല്ല ചൊറുക്കിൽ ഖുർആൻ ഓതും. അവര് നല്ല രസത്തിൽ ഖുർആൻ ഓതുന്ന ആളുകളാണ് അക്കൂട്ടർ. അനസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ വഴിക്ക് ഉദ്ധരിക്കപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. വയുസിഊനൽ ഫിഇല വൽ അമല. അവർ ചെയ്യുന്ന അമലുകളും അവർ ചെയ്യുന്ന ഇബാദത്തുകളും ഒക്കെ കേടാം. ഇബാദത്തുകളുടെ ഷർത്തുകളും ഫർളുകളും പാലിക്കപ്പെടുന്നില്ല. ഹറാമും ഹലാലും അവർക്ക് അറിഞ്ഞുകൂടാ. ഇബാദത്ത് എങ്ങനെയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇബാദത്തൊക്കെ കേടാം. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ അവർ കേടുവരുത്തി. ദുആയായാലും നിക്കാഹ് പോലും എത്രത്തോളം. ഞാൻ ഇപ്പൊ അടുത്ത് പാലക്കാട് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ നിക്കാഹിന് പോയി. ഞാൻ നിക്കാഹിന് ചെന്നപ്പോ അവിടെ നിക്കാഹിന്റെ സീറ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ഒരാളോട്, അവിടെ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, അപ്പം മൂല്യന്മാരിന് അതായത് പഠിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആ പാണക്കാത്ത തങ്ങന്മാർ നിക്കാഹ് നടത്തുമ്പോൾ പറയുന്നൊരു സീറുണ്ട്, അത് പഠിക്കാൻ പറയും മൂല്യന്മാരോട്. പണ്ട് ഏതോ കാലത്ത് ഏതോ പറഞ്ഞു വന്നിരുന്ന വാക്ക് എന്താ ഈ പറയുന്നത്, എന്താണ് ഇതിന്റെ അർത്ഥം? മൂല്യന്മാർ ആലോചിക്കുന്നില്ല. നിക്കാഹിന്റെ സീറ പറഞ്ഞു കൊടുക്കുക. എന്നിട്ടോ നിക്കാഹിന്റെ നിയമം നിങ്ങളൊന്ന് അറിയണം. ഈ നിക്കാഹിന് സീറ പറഞ്ഞു കൊടുക്കുമ്പോൾ ദബ്ബജിത്തുക്ക ബിന്ദി പാത്തുക്കുട്ടി ബി മാരി ഹാദൽ ഹരിജി മിനൽ റഹബി എന്ന് പറഞ്ഞിട്ട് വാപ്പ പറഞ്ഞാൽ ആ പുയ്യാപ്പള കബിൽത്തു എന്ന് പറയുന്നതിന്റെ മുമ്പ് ഇടയിലൊരു വാക്ക് വന്നാൽ ആ നിക്കാഹ് ശരിയായിട്ടില്ല. ഈജാബും കബൂലിന്റെ ഇടയിൽ ഫസ്ല് വരാൻ പാടില്ല എന്ന് നിയമമാണ്. അതിന്റെ ഇടയിൽ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് ഞാൻ സ്വീകരിച്ചു. പിന്നെ എങ്ങനെ ഈ നിക്കാഹ് ശരിയാകുക? ആ നിക്കാഹിൽ പോയി ഇരുന്ന മൂല്യരായ ഞാനടക്കം കുറ്റക്കാരനാണ്. എനിക്കത് തടയാൻ കഴിഞ്ഞില്ല. ഇത് ഇന്ന് ലോകത്തെ വലിയ ഫിത്നയായി മാറുക. ഒരു നിക്കാഹ് പോലും ഇബാദത്തുകൾ മുഴുവൻ ഫിത്നയാക്കി. ഒരു ജുമയോ ഒരു ജമാഅത്തോ ഒരു നിക്കാഹോ എല്ലാ ഇബാദത്തുകളും ഈ വിവരമില്ലാത്ത കുറെ മൂല്യന്മാര്, ഫിഖ് തിരിയാത്ത, അതിന്റെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്ത, ഉസ്താദന്മാരിൽ നിന്ന് നേരിട്ട് പഠിക്കാത്ത, മൂക്കാതെ പഴുത്ത കുറെ മൂല്യന്മാർ. അങ്ങനെ നമുക്ക് പറയാം. എപ്പം കിട്ടുന്ന മാങ്ങ പോലെ മൂത്ത് പഴുത്തതല്ലല്ലോ, അത് കാർബണോ എന്തൊക്കെ ഇട്ട് പഴുപ്പിച്ച മാങ്ങിയ എന്നതുപോലെ. അപ്പൊ മൂല്യന്മാര് മൂത്തിട്ടില്ല, മൂക്കണതിന് മുമ്പ് പഴുപ്പിച്ചതാ. ഇവരെ തുടർന്ന നിസ്കാരം തന്നെ ശരിയാവില്ല. അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. ചെറുപ്പം പറഞ്ഞു അവർ പഠിച്ചിട്ടില്ല. എന്ത് അബദ്ധമാണ് നമ്മൾ ലോകത്ത് നിന്ന് കാണുന്നത്. എന്നിട്ട് നമ്മൾ കയറുന്നാൽ അള്ളാഹു സ്വീകരിച്ചെങ്കിലേ അത്ഭുതമുള്ള മുഅ്മിനുകളെ. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, ഹും ശർറുൽ ഖൽഖി വൽ ഖലീഖത്തി. അള്ളാഹുന്റെ പടപ്പുകളിൽ ഏറ്റവും ബടക്കായ പടപ്പുകൾ അത്തരം മൂല്യന്മാരാണ്, ഉലമാക്കളാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഴിക്ക് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം. ഉലമാഉഹും ശർറു മൻ തഹത ദീനിൽ സമാൽ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ ഈ മൂല്യന്മാരായിരിക്കുമെന്ന് അള്ളാഹുന്റെ റസൂല് പറഞ്ഞ ഹദീസുണ്ട്. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. മൂല്യരല്ലേ പറഞ്ഞത്,
മോനല്ലേ ചെയ്തത്, എന്നാ പിന്നെ അതൊക്കെ ശരിയല്ലേ എന്ന ധാരണ തിരുത്തണം. നന്നായി അന്വേഷിച്ച് പഠിച്ചിട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇബാദത്തുകൾ ശരിയാക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന പല ഇബാദത്തുകളും ഈ നിലയിൽ കേടുവരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സല്ലത്തുൽ ആലിം, സല്ലത്തുൽ ആലിം, സല്ലത്തുൽ ആലം. ഒരാലിമ് പഴയ്ക്കുക എന്നത് അത് ലോകത്തിന്റെ പഴവാണ് എന്ന് പണ്ഡിതന്മാര് പണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ പഴയ്ക്കുകയാണ്. ആളുകളുടെ വിചാരം അങ്ങനെയാണ്. ഞങ്ങളുടെ ഖത്തീബ് വളരെ ഉസാറാ, ഞങ്ങളുടെ ഖത്തീബ് നല്ല വിവരമുള്ള ആളാ എന്നാണ് എല്ലാ മഹല്ലുകാരും പറയാറ്. ആ ധാരണ ശരിയല്ല. ദീൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഈ മൗലവിമാരെയും ഈ പാർട്ടിക്കാരെയും ഈ സംഘടനക്കാരെയും കണ്ടിട്ട് ദീനും ഇബാദത്ത് കൊണ്ടു നടന്നാൽ മഹ്ശറിലെത്തുമ്പോൾ നമ്മുടെ കാര്യം അധോഗതിയാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നാശം പേടിക്കുക. ആ നാശം അക്രമികളെ മാത്രമല്ല പിടികൂടുക, തെമ്മാടികളെ മാത്രമല്ല പിടികൂടുക. നിങ്ങൾ എത്ര നന്മ ചെയ്താലും ഈ പാപികൾ അധികരിക്കുമ്പോ, തെമ്മാടിത്തരം അധികരിക്കുമ്പോ, ഈ ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് ആളുകൾ വഴുതി പോകുമ്പോ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും. ആ അദാബ് നമ്മളെ ആകമാനം പിടികൂടുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഹൃ ദഅ്വാന